UDF സർക്കാർ അധികാരമേറ്റെടുത്ത് കൃത്യം ഒരു മാസം പൂർത്തിയാകുമ്പോൾ ആദ്യ മാസം തന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ നടേശനെതിരെ സമർപ്പിച്ച വിജിലൻസ് കുറ്റപത്രം അംഗീകരിച്ചിരിക്കുകയാണ്. അതായത് വിചാരണയുടെ മർമ്മപ്രധാനമായ ഭാഗം പൂർത്തിയായി കഴിഞ്ഞു. അധികം വൈകാതെ വെള്ളാപ്പള്ളിക്ക് ജയിലിൽ പോയി കിടക്കാം എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിലുള്ള SNDP യൂണിയന് അവരുടെ ത്വാത്വിക ആചാര്യനെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കേസിന്റെ അവസാന ഭാഗം ഒരുപക്ഷെ സുപ്രീം കോടതിയിലായിരിക്കും നടക്കുക. എങ്കിലും സംസ്ഥാന സർക്കാർ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. പഴുതില്ലാതെ തുടരന്വേഷണം നടത്തുമെന്ന കഴിഞ്ഞ ദിവസം UDF സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ആദ്യപടിയായിട്ടാണ് കുറ്റപത്രം വിജിലൻസ് വകുപ്പ് മേധാവി അംഗീകരിച്ചിരിക്കുന്നത്. കുറ്റപത്രം അംഗീകരിച്ച കാര്യം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. 2014 വയനാട് യൂണിയന് 10 ലക്ഷം രൂപ നൽകിയതിലെ ക്രമക്കേടിലാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ, MN സോമൻ, വയനാട് SNDP യൂണിയൻ ഭാരവാഹികൾ, ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് കേസിലെ പ്രതികൾ. അഴിമതി നിരോധന നിയമം ചുമത്തിയതിനാൽ ഇനി സർക്കാർ വേണം പ്രോസിക്യൂഷന് അനുമതി നൽകാൻ. എതിർഭാഗത്ത് നിൽക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ ആയതുകൊണ്ട് തന്നെ കണ്ണും പൂട്ടി UDF സർക്കാർ പ്രോസിക്യൂഷന് അനുമതി നൽകുമെന്നുറപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ കാര്യം കട്ടപ്പുകയാണെന്ന് കാണാൻ സാധിക്കും. വെള്ളാപ്പള്ളി നടേശനെതിരായ 2 കേസുകളിൽ കൂടി അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. 70 കേസുകളിലാണ് അന്വേഷണം തുടരുന്നത്. 2016 VS അച്യുതാനന്ദന്റെ പരാതിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് അന്വേഷണം തുടങ്ങിയത്. സ്ത്രീകളുടെ പേരിൽ വ്യാജ പദ്ധതിയിലൂടെ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും SNDP കോടികൾ വായ്പയെടുത്തതിലാണ് അഴിമതി ആരോപണം. സാമ്പത്തിക തിരിമറി, ഗൂഢാലോചന എന്നിവയിലൂടെ 15 കോടി രൂപ തട്ടിച്ചെന്നാണ് VS അച്യുതാനന്ദൻ ആരോപിച്ചത്. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർത്തിയിരുന്നു. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകിയില്ല എങ്കിൽ SP S ശശിധരനെ അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റുമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ മുന്നറിയിപ്പ്. പുതിയ ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിന് നിയോഗിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. നിരന്തരം നിർദ്ദേശിച്ചിട്ടും SP S ശശിധരൻ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകിയില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും കുറ്റപത്രത്തിന് വിജിലൻസ് വകുപ്പ് മേധാവി അംഗീകാരം നൽകിയതോടെ വെള്ളാപ്പള്ളിയെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന നടപടികളിലേക്ക് ഇനി വിജിലൻസ് കടക്കും. LDF ഭരണം അവസാനിച്ചതും VD സതീശൻ മുഖ്യമന്ത്രിയായതുമാണ് വെള്ളാപ്പള്ളിക്ക് തിരിച്ചടിയായ ഘടകം. സാമ്പത്തിക ഇടപാടുകളിൽ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കുന്നതിനായി വെള്ളാപ്പള്ളി വിവിധ യൂണിയനുകളിലേക്ക് അയച്ച കത്തുകളടക്കം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതിൽ 2006 ഓഗസ്റ്റിൽ അടിമാലി യൂണിയൻ അയച്ച ഒരു സുപ്രധാന കത്തിന്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നിർധനരായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി പിന്നാക്ക വികസന കോർപ്പറേഷൻ 3% പലിശയ്ക്ക് അനുവദിച്ച വായ്പയാണ് തട്ടിപ്പിനായി വിനിയോഗിച്ചത്. SNDP യൂണിയനുകളുടെ പേരിൽ ഈ തുക കൈപ്പറ്റിയ ശേഷം വെള്ളാപ്പള്ളി തന്റെ അടുപ്പക്കാരെ ഉപയോഗിച്ച് 3 ഇരട്ടിയിലധികം പലിശയ്ക്ക് മറിച്ചു നൽകുകയായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കൂടാതെ വൻതുക വായ്പയെടുക്കാൻ യൂണിയൻ ഭാരവാഹികളെ പ്രലോഭിപ്പിക്കുകയും അതിൽ വലിയൊരു വിഹിതം കൈക്കലാക്കുകയും ചെയ്യുന്നതായിരുന്നു തട്ടിപ്പിന്റെ രീതി. ഇത് സംബന്ധിച്ച് മുതിർന്ന നേതാക്കൾ തെളിവുകൾ സഹിതം വിജിലൻസിന് മൊഴി നൽകി കഴിഞ്ഞു. 2003 മുതൽ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വെള്ളാപ്പള്ളി യൂണിയനുകൾക്ക് അയച്ച കത്തുകളെല്ലാം നിലവിൽ വിജിലൻസിന്റെ പക്കലുണ്ട്. പാവപ്പെട്ട സ്ത്രീകളുടെ പേരിൽ മൈക്രോ ഫിനാൻസ് പദ്ധതിയിലൂടെ കോടികൾ തട്ടിയെടുക്കാൻ നടത്തിയ ആസൂത്രണത്തിന്റെ അവസാനഘട്ട തെളിവ് ശേഖരണത്തിലാണ് അന്വേഷണ സംഘം. 2 ആഴ്ചയ്ക്കുള്ളിൽ അന്തിമ റിപ്പോർട്ട് വിജിലൻസ് സർക്കാരിന് കൈമാറുന്നതോടെ വെള്ളാപ്പള്ളി എന്ന വൻമരം വീഴുമെന്ന് ഉറപ്പിക്കാം. 2003 മുതൽ 2014 വരെയുള്ള കാലയളവിലാണ് കേസിനാസ്പദമായ ഇടപാടുകൾ നടന്നത്. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്നും തുച്ഛമായ പലിശ നിരക്കിൽ, അതായത് ഏകദേശം 2 മുതൽ 3% വരെ പലിശയ്ക്ക് SNDP യോഗം വലിയ തുകകൾ വായ്പയായി കൈപ്പറ്റി. സ്വയം സഹായ സംഘത്തിലെ പാവപ്പെട്ട വനിതകൾക്ക് സോപ്പ്, അച്ചാർ, മെഴുകുതിരി നിർമ്മാണം തുടങ്ങിയ ലഘു വ്യവസായങ്ങൾ തുടങ്ങാൻ കുറഞ്ഞ പലിശയ്ക്ക് ഈ പണം വിതരണം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. തട്ടിപ്പ് തുടങ്ങുന്നത് തന്നെ ഇവിടെ നിന്നാണ്. സർക്കാരിൽ നിന്നും 3% പലിശയ്ക്ക് എടുത്ത വായ്പ താഴെത്തട്ടിലുള്ള ഗുണഭോക്താക്കൾക്ക് നൽകിയപ്പോൾ 12% വരെ ഉയർന്ന പലിശ ഈടാക്കി ലാഭമുണ്ടാക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്തത്.